2020 ലോകകപ്പിലെ നിർണായക പോരാട്ടത്തിൽ സിംബാബ്വേയെ 72 റൺസിന് തകർത്ത് സെമി ഫൈനൽ പ്രതീക്ഷകൾ നിലനിർത്തി ഇന്ത്യ ഉയർത്തിയ 257 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വേക്ക് നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 59 പന്തിൽ 97 റൺസുമായി പുറത്താകാതെ നിന്ന റയാൻ ബെന്നറ്റ് പൊരുതി നോക്കിയെങ്കിലും ടീമിനെ വിജയതീരത്തെത്തിക്കാൻ സാധിച്ചില്ല. സെമി സാധ്യത നിലനിർത്തിയ ഇന്ത്യക്ക് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരം നിർണായകമാണ്. ജയിക്കുന്നത് ആരാണോ അവരാകും ദക്ഷിണാഫ്രിക്കയ്ക്കൊപ്പം ഗ്രൂപ്പിൽ നിന്നും സെമിയിലേക്ക് യോഗ്യത നേടുക. നേരത്തെ ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 256 റൺസ് എന്ന റെക്കോർഡ് സ്കോറാണ് പടുത്തുയർത്തിയത്. 2020 ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടലാണിത്. ഓപ്പണർ അഭിഷേക് ശർമ്മയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് കരുത്തായത്. ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ, തിലക് വർമ്മ എന്നിവരും ബാറ്റിംഗിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. മറുപടി ബാറ്റിംഗിൽ സിംബാബ്വേക്ക് റൺമല കയറാനുള്ള വേഗത ഉണ്ടായിരുന്നില്ല. ബ്രയാൻ ബെന്നറ്റ് ഒരറ്റത്ത് തകർത്തടിച്ചപ്പോൾ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ മികച്ച പിന്തുണ നൽകി. ഇവരുടെ 72 റൺസ് കൂട്ടുകെട്ട് സിംബാബ്വേക്ക് നേരിയ പ്രതീക്ഷ നൽകിയെങ്കിലും റാസയെ പുറത്താക്കി അർഷ്ദീപ് സിംഗ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി. അർഷ്ദീപ് സിംഗ് 4 ഓവറിൽ 24 റൺസിന് 3 വിക്കറ്റ് എടുത്തു. അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 256 റൺസ് എന്ന റെക്കോർഡ് ടോട്ടൽ പടുത്തുയർത്തിയിരുന്നു. 2020 ലോകകപ്പ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടലാണിത്. അഭിഷേക് ശർമ്മ 55, ഹാർദിക് പാണ്ഡ്യ 50 ഇവരുടെ അർദ്ധ സെഞ്ചുറികളും സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ എന്നിവരുടെ വെടിക്കെട്ടുമാണ് ഇന്ത്യക്ക് തുണയായത്. ടീമിലേക്ക് തിരിച്ചെത്തിയ മലയാളി താരം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് പവർ പ്ലേയിൽ ആധിപത്യം സ്ഥാപിച്ചു. ഇന്നിംഗ്സിലെ 2ാം പന്തിൽ തന്നെ സിക്സർ പറത്തിയ മലയാളി താരം ആദ്യ ഓവറിൽ തന്നെ 13 റൺസ് നേടി. 2ാം ഓവറിൽ വീണ്ടും സിക്സർ പറത്തിയ സഞ്ജു 3ാം ഓവറിൽ ബൗണ്ടറിയും നേടി. എന്നാൽ 4ാം ഓവറിൽ ബ്ലെസ്സിംഗ് മുസർബാനിയുടെ സ്ലോ ബോളിൽ സഞ്ജു 15 പന്തിൽ 24 പുറത്തായി. എങ്കിലും ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയാണ് താരം മടങ്ങിയത്. ആദ്യ 3 ഓവറിൽ തന്നെ ഇന്ത്യ 46 റൺസ് എടുത്തിരുന്നു. 15 പന്തിൽ 24 റൺസ് എടുത്ത് സഞ്ജു പുറത്തായെങ്കിലും പിന്നാലെ എത്തിയ ഇഷാൻ കിഷനെ കൂട്ടുപിടിച്ച് അഭിഷേക് സ്കോർ ബോർഡ് വേഗത്തിൽ ചലിപ്പിച്ചു. 26 പന്തിൽ നിന്നാണ് അഭിഷേക് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. നായകൻ സൂര്യകുമാർ യാദവ് പതിവ് പോലെ മൈതാനത്തിന്റെ എല്ലാ കോണിലേക്കും പന്ത് പായിച്ചതോടെ ഇന്ത്യ 13ാം ഓവറിൽ തന്നെ 150 കടന്നു. എന്നാൽ സൂര്യയും അഭിഷേകും പുറത്തായതോടെ സിംബാബ്വെ മത്സരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തോന്നിയെങ്കിലും ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും ചേർന്ന് ആ പ്രതീക്ഷകൾ തകർത്തു.